അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപനമാ. അറിയുമല്ലോ, പ്രവാചകന്റെ മസ്ജിദ് നബവിയിലേക്ക് ആയിരക്കണക്കിന് സഹാബത്ത് മനസ്സിലെ മാണിക്യ കൊട്ടാരം പോലെ കാത്തു സൂക്ഷിക്കുന്ന ലോകത്തിന്റെ ആത്മീയതയുടെ സ്പർശനമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂശരീരത്തിന് സാന്നിധ്യം വഹിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിലേക്ക് ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നില്ലേ? ചെറുപ്പക്കാരാ, സഹോദരിമാരെ, ആ മനുഷ്യൻ കടന്നു വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിൽ മൂത്രമൊഴിച്ചു. സഹാബത്തൂരി പിടിച്ച പാളുമായി ആ മനുഷ്യന്റെ നേരെ ചാടി വീടുമ്പോ ലോകത്തിന്റെ നായകന്റെ മറുപടി എന്താ? വിട്ടേക്ക് സഹാബ, വിട്ടേക്ക് സഹാബ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കട്ടെ. അവൻ മൂത്രമൊഴിച്ച് തീരുന്നത് വരെ അവനോട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആരോഗ്യ ശാസ്ത്രമാണിത്. മൂത്രമൊടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പാതിപടി ആ മൂത്രമെങ്ങാനും നിന്നുപോയാൽ ലോകശാസ്ത്രജ്ഞന്മാര് പറയുകയാണ്, ആ പുറത്തേക്ക് പോകേണ്ട മൂത്രം അവന്റെ മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടന്നാൽ അത് മൂത്രാശയ ക്യാൻസറിന് കാരണമാകുമെന്ന് ലണ്ടനിലെ സർവകലാശാലയിലെ പഠനം തെളിയിക്കുമ്പോ 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറേറ്റ് നേടിയിട്ടില്ലാത്ത, അവാർഡ് സർവകലാശാലയുടെ തിണ്ണ കണ്ടിട്ടില്ലാത്ത അന്നബിയുമ്മി നിരക്ഷരനായ പ്രവാചകന്റെ സമീപനമാണിത്. ചെറിയ ഒരു ചരിത്രത്തിന് പോലും ലോക ചരിത്രത്തിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് നമ്മൾ. കൈവിടരുത്, അതിനെ പഴഞ്ചനെന്ന് പറഞ്ഞ് മാറ്റിക്കളയരുത്. ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്ന് പള്ളിയിൽ മൂത്രമൊഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് ഇടയ്ക്ക് കയറരുത്, അവൻ മൂത്രമൊഴിച്ചു കൊള്ളട്ടെയോ. ധീരനായ ഉമർ, ആയോധനാ വിദഗ്ധനായ ഉമർ റളിയല്ലാഹു അൻഹു ഊരി പിടിച്ച വാള് തന്റെ ഉറയിൽ കിടക്കുമ്പോഴും ഖാലിദ് ബിൻ വലീദിന്റെ രക്തം തിളക്കുമ്പോഴും ആ ഗ്രാമീണനായ മനുഷ്യൻ മൂത്രമൊഴിച്ച് തീരുന്നത് വരെ, മൂത്രമൊഴിച്ച് തീരുന്നത് വരെ തന്റെ അനുയായികളെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞു. ആ മനുഷ്യൻ എഴുന്നേറ്റ് മാറി. അല്ലാഹുവിന്റെ റസൂൽ സഹാബിയെ വിളിച്ചു, സഹാബി ഇവിടെ വാ, റിഷു അലൈഹിൽ മാ, അവിടേക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നൊഴിക്ക്. മൂത്രമൊഴിച്ചവനോടല്ല, അവിവേകം ചെയ്തവനോടല്ല, അടുത്ത് നിന്ന് തന്നെ അനുചരനോടാണ് പറഞ്ഞത്, ഒരൽപ്പം വെള്ളം കൊണ്ടുവാ. ആ വെള്ളം കൊണ്ടുവന്ന് ഈ വെള്ളം ഇവിടെ മൂത്രമൊഴിച്ച ഭാഗത്തൊന്ന് ഒടിച്ചു കളയുക. സഹാബി വെള്ളം കൊണ്ടുവന്നു. ആ ഖറാബിയായ മനുഷ്യന്, ഗ്രാമീണനായ മനുഷ്യന്, അഭ്യസ്തവിദ്യനല്ലാത്ത മനുഷ്യന്, അയാൾ മൂത്രമൊഴിച്ച ഭാഗത്ത് സഹാബത്ത് വെള്ളമൊടുക്കിയിട്ട് കഴുകിക്കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, സഹാബി, സഹാബത്തെ, സഹാബത്തെ, ആ മനുഷ്യനോട് പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ പള്ളിയാണ്, ഇനി ഇവിടെ മൂത്രമൊഴിക്കരുത് എന്ന് ഒരു മനഃശാസ്ത്ര സമീപനത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം